ഇത്രയും ചെറുപ്പക്കാരെ ഒരുമിച്ച് കയ്യിൽ കിട്ടുമ്പോൾ എന്തായിരിക്കും ഞാൻ അവരോട് സംസാരിക്കുക? വഴിതെറ്റിക്കുന്ന വല്ല പരിപാടിയും ഇയാൾ പറയുക? സിനിമാക്കാരനാണ് ഇയാൾ, വേണ്ടാത്ത വല്ല ഉപദേശവും ചെറുപ്പക്കാർക്ക് കൊടുക്കുമോ? അക്രമത്തിന് പ്രേരിപ്പിക്കുമോ? പലതരത്തിലുള്ള ഭയമുണ്ടാവാം, സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കാരണം ഒരു പ്രസംഗം തയ്യാറാക്കി കാണാപാഠം പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് ഏതെങ്കിലും ഒരു ഓഫീസിൽ ക്ലർക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ കഴിവില്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ സിനിമയിലെത്തിയത്. ഇത്രയും ചെറുപ്പക്കാരെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഈ പ്രായത്തെക്കുറിച്ച്, നിങ്ങളുടെ പ്രായത്തിലുണ്ടായിരുന്നപ്പോൾ ഉള്ള എന്നെക്കുറിച്ച് ആലോചിക്കുകയാണ്. കാരണം ഇത്രയും ക്രിസ്ത്യൻ സമൂഹം, ഇത്രയും അധികം അംഗങ്ങളുള്ള ക്രിസ്ത്യൻ സമൂഹമുള്ള ഒരു സ്ഥലത്തല്ല ഞാൻ ജനിച്ചതും വളർന്നതും. ഒറ്റപ്പാലം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഒറ്റപ്പാലത്തെ ആദ്യത്തെ 3 ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെത്. അവിടെ ഒരു കന്യാസ്ത്രീമാരുടെ ഒരു മഠമുണ്ട്. അത് ലാറ്റിൻ ഡയോസിസ് ആണ്, ലാറ്റിൻ മഠമാണ്. അവിടുത്തെ ഒരു ചാപ്പൽ മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ ചാപ്പലില് ഓൾട്ടർ ബോയ് ആയിരുന്നു ഞാൻ. നടക്കാനും അത്യാവശ്യം സാധനങ്ങൾ എടുക്കാനും ഉള്ള പ്രായമായപ്പോൾ മുതൽ ഞാൻ അവിടുത്തെ ഓൾട്ടർ ബോയ് ആണ്. ഒരു 4 വയസ്സിലൊക്കെ ഓൾട്ടർ ബോയ് ആയിട്ടുണ്ട്, കാരണം വേറെ ആരും ഇല്ല. അപ്പൊ അൾത്താരപാലനായിരുന്നു. പിന്നീട് സിറിയൻ കാത്തലിക് ചേർച്ച് ഒറ്റപ്പാലത്ത് വരുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്, അതായത് നിങ്ങളുടെ +2. അപ്പോൾ ആ ചർച്ചിൽ ഗാന വിഭാഗത്തിൽ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു 3 വർഷം. അങ്ങനെ ചേർച്ചുമായി വളരെ അടുത്ത ഇടപഴകി ജീവിച്ച ഒരാളാണ്. എൻ്റെ അമ്മ കോൺവെന്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പൊ അവരുടെ ഇടയിൽ ആദ്യത്തെ മകനായിരുന്നു ഞാൻ. അപ്പൊ കന്യാസ്ത്രീകൾ വളർത്തിയ ഒരു ബാലനായിരുന്നു ഞാൻ. എൻ്റെ സിസ്റ്റർ സെബസ്റ്റ്യാന ആയിരുന്നു എൻ്റെ ഗുരു. ഇടതുവശത്ത് പൊട്ടമാലാഖയെ കുറിച്ചും വലതുവശത്തെ നല്ല മാലാഖയെ കുറിച്ചും ഗാർഡിയൻ ഏഞ്ചലിനെ കുറിച്ചും ഒക്കെ ആദ്യം പറഞ്ഞു തന്നത് സിസ്റ്റർ സെബസ്റ്റ്യാനയാണ്. ഇന്നിപ്പോ ഈ പുതിയ കന്യാസ്ത്രീകളെ കാണുമ്പോൾ ഞാൻ സിസ്റ്റർ സെബസ്റ്റ്യാനെ ഓർക്കുന്നു. എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ നിന്ന് എനിക്കൊരു പിടിവള്ളി കിട്ടുമെന്നാണ് ഞാൻ കരുതിയത്. എപ്പോഴും അങ്ങനെയാണ്, മനസ്സിൽ വരുന്നത് പറയുക എന്നുള്ളതാണ് ശീലം. അപ്പൊ അതിന് പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും മുൻ പ്രസംഗങ്ങളിൽ നിന്ന് സാധാരണ കിട്ടാറുണ്ട്. പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും അത്തരം പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ആദരിക്കൽ ചടങ്ങുകളിൽ ഒന്നും കിട്ടാനില്ല. ക്രിസ്ത്യൻ യുവാക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരു യുവാവിനെയാണ് ഓർക്കുന്നത്. 30-ാം വയസ്സിൽ പൊതുഭാഷണം ആരംഭിച്ച് 33-ാമത്തെ വയസ്സിൽ കുരിശിലേറ്റപ്പെട്ട ഒരു യുവാവ്. എൻ്റെ യൗവനം ഏറ്റവും രസകരമായ ഒരു സമയമാണ്. എല്ലാ ആളുകൾക്കും, മതത്തിനും രാഷ്ട്രീയത്തിനും ലഹരികൾക്കും ഒക്കെ പെട്ടെന്ന് പിടികൂടാൻ പറ്റുന്ന ഒരു പ്രായമാണ്. യേശുക്രിസ്തു 3 വർഷമാണ് സംസാരിച്ചത്. 3 വർഷം സംസാരിച്ചപ്പോൾ തന്നെ അധികാരി വർഗം, അന്നത്തെ മതമേലധ്യക്ഷന്മാർ തൂക്കിലേറ്റാൻ വിധിച്ചു കളഞ്ഞ ഒരു യുവാവാണ് യേശുക്രിസ്തു. അപ്പൊ സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ എൻ്റെ യൗവനത്തിൽ ഒന്ന് പഠിക്കാൻ നോക്കി. അപ്പൊ ഈ സംസാരിക്കുന്ന ആളുകളുടെയൊക്കെ കാര്യം കുഴപ്പമാണ്. സോക്രട്ടീസ്,
ജീസസ് ക്രൈസ്റ്റ്, മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂഥർ കിങ്, സംസാരിച്ച ആളുകളുടെ എല്ലാവരുടെയും അവസാനം ഇത്തിരി കുഴപ്പമാണ്. ഞാനും ഒരു ഭീരുവായ യുവാവായിരുന്നു. ആവശ്യമില്ലാത്ത പുലിവാല് എന്തിനാ പിടിക്കണമെന്ന് കരുതിയത് കൊണ്ടാണ് ഈ 50കളിൽ ഞാൻ ജീവനോടെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സത്യം പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് അന്ന് ഭയമായിരുന്നു. പക്ഷെ ഒരു ലൂക്കായുടെ സുവിശേഷത്തില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം യേശുക്രിസ്തു വായിക്കുന്നതും തൻ്റെ നിയോഗം തിരിച്ചറിയുന്നതുമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ടെന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് അതാണ്. സത്യം പറയാനുള്ള ആഗ്രഹം, കൃത്യമായി പ്രതികരിക്കാനുള്ള ആഗ്രഹം, പക്ഷെ അതിൻ്റെ ഭവിഷ്യത്തുക്കളെ കുറിച്ചുള്ള ഓർത്തുള്ള ഭയം, അതെല്ലാം ഒരേപോലെ എന്നിലുണ്ടായിരുന്നു. എൻ്റെ നിയോഗം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും സിനിമ സ്വപ്നം കണ്ടിട്ടില്ലാതിരുന്ന ഞാൻ, സിനിമ എൻ്റെ സ്വപ്നങ്ങളിലേ ഇല്ലായിരുന്നു. ഒറ്റപ്പാലത്ത് ഒരു അധ്യാപക ദമ്പതിമാരുടെ മകൻ, സിനിമയുമായി പുലബന്ധം പോലും ഇല്ലാതിരുന്ന ഒരാൾ, ജീവിതത്തിൽ എന്താവണമെന്ന് ഉള്ളതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതിരുന്ന ഒരാൾ വളരെ യാദൃശ്ചികമായി സിനിമയുടെ ലോകത്തേക്ക് എത്തിപ്പെടുകയാണ്. ആദ്യ സിനിമയിൽ സംവിധായകൻ കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് അപ്രന്റീസായിട്ട് ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് ആദ്യമായി ബോധോദയം ഉണ്ടാവുന്നത്. ഇതാണ് എൻ്റെ തട്ടകം, ഇവിടെയാണ് ഞാൻ ഉണ്ടാവേണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ചിന്തകൾ, എൻ്റെ ജീവിത വീക്ഷണമൊക്കെ ഈ കഴിഞ്ഞ 27 സിനിമകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും എനിക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ള സിനിമകളിൽ അതുണ്ടാവും. ഓരോ യുവാക്കളും ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് തൻ്റെ യഥാർത്ഥ ഇഷ്ടം, എന്താണ് തൻ്റെ യഥാർത്ഥ ലക്ഷ്യം, ആര് പറയുന്നതാണ് കേൾക്കേണ്ടത്? മാതാപിതാക്കൾ പറയുന്നതാണോ, അധ്യാപകർ പറയുന്നതാണോ, അതല്ലെങ്കിൽ മുതിർന്ന ആളുകൾ പറയുന്നതാണോ? കൺഫ്യൂസ്ഡ് ആയിരിക്കും ചെറുപ്പക്കാർ, അല്ലേ? അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടോ? അതോ കൃത്യമായിട്ട് നിങ്ങളൊക്കെ ലക്ഷ്യമുള്ള ആൾക്കാരാണോ? ആണോ? ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായപ്പോ എന്നെ സഹായിച്ചത് എൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആരോടാണെന്നൊന്നും എനിക്കറിയില്ല. പ്രാർത്ഥന ചിലപ്പോൾ അത് എന്നോട് തന്നെ ആയിരിക്കാം, എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധ ആത്മാവിനോടായിരിക്കാം എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥനയാണ് എനിക്ക് വഴികാട്ടിയിട്ടുള്ളത്. കാരണം ഇപ്പൊ ഇത്രയും കാലം ജീവിച്ചതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിത പരിചയം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ പറയുന്നത് ശരിയായിക്കൊള്ളുന്നില്ല. ലോക വിഡ്ഢിത്തരം പറയുന്ന സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ തെറ്റായ മെസ്സേജ് നൽകുന്ന അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയല്ലാത്ത രീതിയിൽ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രായത്തിൽ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തിരിച്ചറിവ് തരാനാണ്, കോമൺ സെൻസ് തരാനാണ്. ശരി എന്താണെന്നുള്ളത് സ്വയം നിർവചിച്ചെടുക്കാനുള്ള, വിവേചിച്ചറിയാനുള്ള വരം ലഭിക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് നല്ല കാതുകൾ ഉണ്ടാവണം, എല്ലാ ആളുകൾ പറയുന്നതും കേൾക്കണം. പക്ഷെ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതിന് മുൻപ് സ്വയം വിവേചിക്കാനുള്ള കഴിവുണ്ടാവണം. വളരെ കുഴപ്പം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
വിവിധ സോഷ്യൽ മീഡിയകളിലൂടെ, വിവിധ എന്താ പറയുക, വാട്സപ്പ് പോലെയുള്ള മീഡിയങ്ങളിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. സത്യമാണെന്ന് തന്നെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന, നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിൽ വളരെ അപകടം പിടിച്ച ആശയങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. വിവേചന ബുദ്ധി ഉണ്ടാവാൻ ശരിക്കും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്താവണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയലാണ് നിങ്ങളുടെ പ്രാർത്ഥനകളെന്ന്. പലപ്പോഴും നമ്മളുടെ യുവാക്കളെ കുറിച്ച് ചിലപ്പോൾ ആശങ്കകൾ തോന്നാറുണ്ട്. ഈ പത്രങ്ങളുടെയൊക്കെ അപകട വാർത്തകളുടെ ഒരു പേജ് നോക്കുമ്പോൾ ഒരുപാട് യുവാക്കൾ ദിവസവും ഈ ബൈക്ക് ആക്സിഡന്റുകളിൽ മരിക്കുന്നുണ്ട്. അതിലൊരു മഹാഭൂരിപക്ഷം ക്രിസ്ത്യൻ നാമധാരികളാണ്. ഫേസ്ബുക്ക് പോലെയുള്ള, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ ഒരു പോസ്റ്റിന്റെ, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പോസ്റ്റിന്റെ താഴെ ഏറ്റവും വൃത്തികെട്ട അശ്ലീലം കലർന്ന കമന്റുകൾ ഇടുന്നത്, അവരുടെ പേരുകൾ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്ത്യൻ നാമധാരികൾ ഇഷ്ടം പോലെയുണ്ട്. അത് വരാൻ പാടില്ലാത്തതാണല്ലോ. നമ്മൾ 12 വർഷം കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്, വേദപാഠം 12 വർഷം പഠിപ്പിക്കുന്നു. ഈ 12 വർഷം വേദപാഠം പഠിച്ചിട്ട് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് അറിയില്ല. ഒരു പൊതു ഇടത്തിൽ എങ്ങനെയാണ്, എന്ത് ഭാഷയിലാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല എങ്കിൽ ഈ പഠനങ്ങൾ കൊണ്ട് എന്താണ് കാര്യം എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. മറ്റു വിഷയങ്ങൾ, ഇവിടെ കാലികമായ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ യുവ നേതാവ് സംസാരിക്കുന്ന ഞാൻ കേട്ടു. അതിനേക്കാൾ വലിയ അപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തങ്ങൾക്ക് യോജിക്കാനാകാത്ത ഒരു അഭിപ്രായം പറയുന്ന ഒരാളെ വിയോജനക്കുറിപ്പ് കൊടുക്കാം. അശ്ലീലം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് എവിടെ നിന്നാണ് ഒരു ക്രിസ്ത്യൻ യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി പഠിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഉപയോഗിക്കുന്ന ഭാഷ, എനിക്ക് പരിചയമുള്ള അച്ഛന്മാരോടൊക്കെ പറയാറുണ്ട്, നമ്മൾക്ക് വേദപാഠത്തിന്റെ കൂടെ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ചേർക്കേണ്ട ഒരു പാഠം ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു പാഠം അതിൽ ചേർക്കേണ്ടതുണ്ട്. റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു ലെസൺ നമ്മൾ ഈ വേദപാഠത്തിൻ്റെ കൂടെ ചേർക്കേണ്ടതുണ്ട്. ഞാനീ പറയുന്നതിനൊരു കാര്യമുണ്ട്. നിങ്ങൾ വലിയ ബാധ്യത തോളിലെടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഒരു ക്രിസ്ത്യൻ യുവാവ് ആയിരിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഒരു ക്രിസ്ത്യാനി ഇങ്ങനെ പെരുമാറരുത്, ഒരു ക്രിസ്ത്യാനി ഇങ്ങനെ പെരുമാറില്ല എന്നുള്ള വിശ്വാസം പൊതുസമൂഹം വെച്ചു പുലർത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെ സാക്ഷിയാണ്, ഞാൻ അനുഭവസ്ഥനാണ്. എൻ്റെ പേര് ലാൽ ജോസ് എന്നാണ്. ലാൽ ജോസ് മുഴുവനും അറിയാതിരുന്ന കാലത്ത്, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയി ജോലി ചെയ്യുന്ന കാലത്ത്, അതൊരു 9 വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു. ആ കാലത്ത് എന്നെ ലാലു എന്നാണ് വിളിക്കുന്നത്. ഈ ലാൽ എന്ന് പറയുന്ന പേര് എല്ലാ മത വിഭാഗത്തിലുള്ള ആളുകൾക്കുള്ള പേരാണ്. അപ്പൊ എൻ്റെ ജാതി എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയില്ല. ഒരാഴ്ച ഇടപഴകി കഴിയുമ്പോൾ രഹസ്യമായിട്ട് വിളിച്ചു ചോദിക്കും, നീ ക്രിസ്ത്യാനിയാണോ? ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് എൻ്റെ പേരുകൊണ്ടല്ലാതെ തിരിച്ചറിയുന്ന എന്തോ ഒന്ന് എന്നിലുണ്ടായിരുന്നു. അത് ഓരോ ക്രിസ്ത്യൻ യുവാവിൻ്റെയും യുവതിയുടെയും ബാധ്യതയാണ്. ഒരു ക്രിസ്ത്യൻ യുവാവ് ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല എന്ന് ഒരു ബോധം പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് തെറ്റിക്കാൻ
തെറ്റിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം എന്നാണ് ഞാൻ കരുതുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും അധികം ശ്രമിക്കേണ്ടത്. ഓരോ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ വിളിച്ച അച്ഛൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കുട്ടികളോട് സംസാരിക്കണം എന്നാണ്. എൻ്റെ ജീവിതത്തിൽ രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട്. അതിൽ നിരന്തരമായി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളൊരു ജീവിതമാണ് എൻ്റെ. എനിക്കൊരു 8 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ വലത് കൈയിലൊരു ചെറിയ ട്യൂമർ ഉണ്ടായി. അത് മസിലിലുള്ളൊരു ട്യൂമറാണെന്ന് കരുതി ഒരു ഡോക്ടർ അത് ഓപ്പൺ ചെയ്തു, സർജറി ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് റാഡിയൽ നെർവിലാണ് ആ ട്യൂമർ ഉള്ളതെന്ന് മനസ്സിലായി. അദ്ദേഹം ബയോപ്സിക്ക് വേണ്ടി അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ശരിക്കും കട്ട് ചെയ്യാൻ പാടില്ല. എന്തായാലും ആ സർജറിയുടെ ഫലമായിട്ട് എൻ്റെ വലത്തെ കൈയുടെ ചലനശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇടത്തെ കൈ കൊണ്ട് എഴുതാൻ പഠിച്ചോളാൻ പറഞ്ഞു. ഇത് ശരിയാവില്ല, ശരിയാവാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ജോൺ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ പിന്നീട് ഞങ്ങൾ പോയി കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു സർജറി ഉണ്ട്, അത് കേരളത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല ആർക്കും. ആ സർജറി ഒരു നെർവ് ട്രാൻസ്പ്ലാന്റിങ് ആണ്, ഗ്രാഫ്റ്റിംഗ് ആണ്. ആ സർജറി ചെയ്തു നോക്കാം, പക്ഷെ 1% താഴെയാണ് അതിൻ്റെ സാധ്യത. അപ്പൊ എൻ്റെ അപ്പച്ചൻ ഒരു സ്കൂൾ അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാഷ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഉണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ മകന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേക്ക്. കാരണം അങ്ങേര് തന്നെ വിചാരിക്കണം, ഇത് ഞങ്ങളുടെ കയ്യിൽ 1% താഴെ ഉള്ളൂ. അങ്ങനെ ആ സർജറി നടന്നു. എൻ്റെ അപ്പച്ചൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ആ സർജറി നടത്തിയത്. അങ്ങനെ ആ കാലത്ത് ഒറ്റപ്പാലത്ത് കോൺവെന്റിലെ കന്യാസ്ത്രീകളെല്ലാവരും എല്ലാ ദിവസവും എനിക്ക് വേണ്ടി കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിച്ചു. ആദ്യ കുർബാന കൈക്കൊള്ളുന്ന ദിവസം അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നീ 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചേക്ക്, ഇന്ന് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കും. അപ്പൊ നീ വേറൊന്നും പ്രാർത്ഥിക്കണ്ട, 3 നിന്റെ കൈ ശരിയാവാൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ആ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അപ്പച്ചൻ ഒരു ഭാഗ്യം പരീക്ഷിക്കുന്നത് പോലെ വളരെ രഹസ്യമായി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ കൈയുടെ വിരലൊന്ന് അനക്കി നോക്കണം. അപ്പൊ ഞാനും വിശ്വാസമില്ലാതെ അതിന് ശ്രമിച്ചു. പക്ഷെ എൻ്റെ വിരൽ ആദ്യമായിട്ട് അനങ്ങി. അപ്പച്ചൻ എന്നെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഓടി. ഡോക്ടർ ജോണിനെ കണ്ടു. ജോൺ എൻ്റെ ടെസ്റ്റുകൾ വീണ്ടും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിരലിൽ എന്നോട് പിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മെല്ലെ പിടിച്ചു. അപ്പൊ ഡോക്ടർ ജോൺ പറഞ്ഞ ഒരു വാചകം ഞാൻ ഒരിക്കലും മറക്കില്ല. മാഷെ, നിങ്ങളുടെ ദൈവം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, നിങ്ങളുടെ ദൈവം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ നടന്നിട്ടുണ്ട്. അന്ന് ആ സർജറി സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ സാധാരണ സംവിധായകർ കാണിക്കുന്ന ഒരു ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ്, അതുണ്ടാവില്ലായിരുന്നു, ഇത് മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. അപ്പൊ അത്തരം അത്ഭുതങ്ങൾ ഒരുപാട് തവണ. ഓ, റെഡ് ലൈറ്റ് കത്തിയോ? റെഡ് ലൈറ്റ് ആണോ? സമയം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇനി കൂടുതൽ അത്ഭുതങ്ങളില്ല, അത്ഭുതങ്ങൾ കഴിഞ്ഞു. ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. യൗവനമാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും നല്ല സമയം. ലോകത്തിന് മുഴുവൻ നന്മ വരണമെന്നും താൻ വിചാരിച്ചാൽ ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ പറ്റുമെന്നും വിശ്വസിക്കുന്ന
കാലമാണ് യൗവനം. കർത്താവ് അങ്ങനെയാണ് വിശ്വസിച്ചത്. ആ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് തെളിയിക്കേണ്ടത്. നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന് വിളിച്ചു പറയും എന്നൊരു തീരുമാനം എന്നെടുക്കണം. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയിപ്പിക്കട്ടെ. ഗോഡ് ബ്ലസ്.